എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുമെങ്കിൽ ഒരു ലൈക്ക് കൂടെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുട്ടികൾക്കുള്ള ഷിമ്മിയുടെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ആണ്. അപ്പോൾ ഇത് 1 മീറ്റർ തുണിയുണ്ട് കേട്ടോ. നല്ല കോട്ടൺ തുണിയാണ്. കുട്ടികൾക്ക് ഷിമ്മി തയ്ക്കാൻ നേരത്ത് നല്ല തുണി നോക്കി മേടിക്കുക. അപ്പോൾ ഷിമ്മിയുടെ തുണി ഇതാ നേരെ ഒന്ന് നിവർത്തിയിട്ട് ഒന്ന് പകുതിയായിട്ടൊന്ന് മടക്കിയിടുകയാണ്. നമ്മുടെ കുട്ടികളുടെ വണ്ണത്തിനനുസരിച്ച് നമുക്ക് എടുക്കാൻ വേണ്ടിയാണ്. അത്രയും തുണി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാനാണ്. ഫുള്ളായിട്ടങ്ങ് രണ്ടായിട്ട് മടക്കിയിടേണ്ട ആവശ്യമില്ല. അപ്പോൾ തുണി നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഞാനത് ടേപ്പ് വെച്ച് അളന്ന് നോക്കിയപ്പോഴത്തേന് 20 ഇഞ്ച് വീതി കിട്ടുന്നുണ്ട്. 20 ഇഞ്ച് വീതി എന്ന് പറയുമ്പോൾ അത് നേരെ നോക്കുമ്പോൾ 40 ഇഞ്ച് വീതിയാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഷിമ്മിക്ക് വണ്ണം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 38 ഇഞ്ച് വണ്ണമാണ് വരുന്നത്. അപ്പം നമ്മൾ അത്രയും വണ്ണത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് തുണി കേട്ടോ. അപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുന്ന തുണി നേരെ ഞാൻ നടുഭാഗം വെച്ചിട്ട് ഇതാ 4ആയിട്ടൊന്ന് മടക്കിയിടുകയാണേ. അപ്പോൾ ഇനി നമുക്കിതൊന്നും കൂടെ മടക്കണം കേട്ടോ. അങ്ങനെ ഇട്ട് കട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് 2 ഷിമ്മിക്കുള്ള തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇറക്കം നോക്കാം. അപ്പോൾ എനിക്കിവിടെ തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഇറക്കം 20 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ കറക്റ്റ് ഇറക്കം തന്നെ ഉണ്ട്. അപ്പോൾ ഇനി ഞാനിതാ വീണ്ടും ഒന്നും കൂടെ മടക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 6ആയിട്ട് മടക്കിയിട്ടുണ്ട്. ആദ്യം 2ആയിട്ട് മടക്കിയിട്ട് അത് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് പിന്നെ 4ആയിട്ട് മടക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ മടക്കിയിട്ട് ഇപ്പോൾ 6ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കഴുത്തിൻ്റെ അകലമാണ് അടയാളം ചെയ്ത് 2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അവിടുന്ന് താഴോട്ട് കഴുത്തിൻ്റെ ഇറക്കമാണ് എടുക്കുന്നത് കേട്ടോ. ഒരു 5.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഈ കഴുത്ത് നമ്മൾ ഒരുപാടങ്ങ് വെട്ടണ്ട. കാരണം കഴുത്ത് നമ്മൾ ഈ ഒരു ഷിമ്മിയുടെ കഴുത്ത് ചെറുതായി മടക്കി കൊടുത്ത് തയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും കഴുത്ത് വലുതാകും. അപ്പോൾ കൂടി പോകില്ല. 5.5 ഇഞ്ച് ഇറക്കവും 2 ഇഞ്ച് കഴുത്ത് അകലവുമാണ് എടുത്തിരിക്കുന്നത്. കഴുത്തിൻ്റെ അകലവും കഴുത്തിൻ്റെ ഇറക്കവും അടയാളം ചെയ്തതിന് ശേഷം ഒരു സ്ക്വയറായിട്ട് നമ്മൾ വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിർത്തി ഒരു റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ അടയാളം ചെയ്യാം കേട്ടോ. അപ്പോൾ ഷോൾഡർ നമുക്ക് 2 ഇഞ്ച് കിട്ടണമെങ്കിൽ നമ്മളൊരു 2.25 എടുക്കണം കേട്ടോ. അപ്പോൾ 2 സൈഡിൽ നിന്നും ചെറുതായിട്ട് മടക്കി പോകുമല്ലോ. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ താഴോട്ട് ടേപ്പ് വെച്ചിട്ട് കൈക്കുഴിയാണ് 6 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. ഇത് അതുപോലെ നേരെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടയാളം ചെയ്യണം. എന്നിട്ട് അവിടെ ഇങ്ങനെ ഒരു സ്ക്വയർ ആക്കി കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ നിർത്തി ചായച്ച് ഇങ്ങനെ കൈക്കുഴി വരയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിമ്മിയുടെ മൊത്തം ഉള്ള വണ്ണം 38 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ആ മേൽവശത്ത് നമുക്ക് വണ്ണം കൂടെ അടയാളം ചെയ്യണം. തയ്യൽ തുമ്പോട് കൂട്ടിയാണ് ചേർത്ത് 38 ഇഞ്ച് വണ്ണം പറയുന്നത്. അപ്പോൾ അവിടെ ഒരു 9.5 അങ്ങ് അടയാളം ചെയ്യാം കേട്ടോ. ആ 9.5 തന്നെ താഴെ നമ്മൾ വന്നിട്ട് ഷേപ്പ് വന്നിട്ട് താഴെ വരുന്നിടത്ത് ആ കറക്റ്റായിട്ട് 9.5 ഒന്ന് കൊടുക്കുക. പിന്നെ ആ മേളിൽ നിന്ന് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് വെച്ചൊന്ന് വരച്ചാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടികളുടെ ഷിമ്മിയുടെ അളവ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. കുട്ടികളുടെ വണ്ണവും ഇറക്കവും പിന്നെ കൈക്കുഴി കഴുത്തിൻ്റെ അകലം ഷോൾഡർ പിന്നെ ആ ഷേപ്പായിട്ടൊന്ന് വരച്ച് കൊടുക്കുക. ഇത്രയും മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. ഈ ഒരു ഷിമ്മിയുടെ അളവ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുട്ടികൾക്കുള്ള പെറ്റിക്കോട്ട് ഉണ്ടല്ലോ അത് തയ്ക്കാനും എളുപ്പമാണ് കേട്ടോ. നമുക്കിത് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ഈ ഒരു രീതിക്കിട്ട് നമ്മുടെ ഈ ഒരു ഷിമ്മി കട്ടിങ് വരുന്നതിനകത്ത് നമ്മുടെ ആ ഷോളറിൻ്റെ അവിടെ ജോയിൻറ്റ് വരുന്നില്ല കേട്ടോ. ആ ഒരു രീതിയിലാണ് നമ്മളിന്ന് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ കുറേ നാൾ മുമ്പ് നമ്മൾ ഷിമ്മി കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും പെറ്റിക്കോട്ട് തയ്ക്കുന്നതൊക്കെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ പുതിയ കൂട്ടുകാരൊക്കെ കുറേ ആൾക്കാരിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഇത് അറിയത്തില്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ കുഞ്ഞു മക്കളുണ്ടെങ്കിലും അതുപോലെ വീട്ടിലൊരു മെഷീൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഷിമ്മിയൊക്കെ തയ്ച്ചെടുക്കാമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തയ്ച്ചു കൊടുക്കാനായിട്ട് കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഒറ്റ കട്ടിങ്ങിൽ തന്നെ 2 ഷിമ്മി ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഷോൾഡർ ഭാഗം കണ്ടോ, അവിടെ കട്ടിങ് വന്നിട്ടില്ല, നമുക്കവിടെ ജോയിൻറ്റ് വരത്തില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് നേരെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തയ്ക്കുമ്പം നല്ല നീറ്റായിട്ട് കഴുത്തൊക്കെ ഇരിക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ കഴുത്തിൻ്റെ ഭാഗവും കൈക്കുഴിയുടെ ഭാഗമൊക്കെ ഒന്ന് ചെറിയ വീതിയിലൊന്ന് മടക്കി കൊടുത്തിട്ട് കൈ വെച്ച് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുന്ന പോലെ കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു ഷിമ്മി നേരെ ഒന്ന് നൂർത്തിട്ടിട്ട് കാണിച്ചു തരാം. ഇതാ ഇതുപോലെ കഴുത്തിൻ്റെ ഭാഗം ചെറുതായിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് കൈ വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് വേണം കഴുത്ത് നല്ല രീതിക്ക് തന്നെ തയ്ച്ചെടുക്കണം. അതേപോലെ തന്നെ കൈക്കുഴി ആണെങ്കിലും അതേപോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാവേ. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ കഴുത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ കഴുത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇറക്കത്തിൽ കട്ട് ചെയ്യല്ലേ. നമ്മളിത് കണ്ടോ മടക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കി കൊടുക്കുമ്പോഴത്തേന് നമ്മുടെ ഈ ഷിമ്മിയുടെ കഴുത്ത് വീണ്ടും കുറച്ചുകൂടെ വലുതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക, കൂടി പോകരുത്. അപ്പോൾ ഇതാ കഴുത്ത് ഫസ്റ്റ് തന്നെ തയ്ച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൈക്കുഴിയും കൂടെ തയ്ച്ചെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം.
ഇപ്പോൾ നമ്മൾ ഷിമ്മിയുടെ കഴുത്തും കൈക്കുഴിയും എല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി രണ്ട് സൈഡിൽ നിന്ന് ഷിമ്മി ഒന്ന് ക്ലോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആ വണ്ണത്തിൻ്റെ അവിടെ നിന്ന് കൈക്കുഴിയുടെ അവിടെ തൊട്ട് താഴോട്ടൊന്ന് ചെറുതായിട്ട് ഷേപ്പായിട്ട് വേണം താഴോട്ട് തയ്ച്ച് പോകാനേ. അപ്പോൾ അങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് നമുക്കൊന്ന് തയ്ക്കാം. അതിനുശേഷം താഴ്വശം ചെറിയ രീതിയിലൊന്ന് മടക്കി കൊടുത്തൊന്ന് തയ്ച്ചാൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷിമ്മിയുടെ സ്റ്റിച്ചിങ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിമ്മിയുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇതാ കഴുത്തൊക്കെ തയ്ച്ചേക്കുന്നത് കണ്ടോ ഇതുപോലെ ഇരിക്കണം. കഴുത്തൊക്കെ തയ്ച്ച് കഴിയുമ്പോൾ നല്ല ചെറിയ വീതിയിൽ വേണം മടക്കി കൊടുത്ത് തയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത്ര നീറ്റായിട്ടിരിക്കുന്നറിയാം കൈക്കുഴി കഴുത്ത്. അപ്പോൾ ഇതാ ഷേപ്പായിട്ട് നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഷിമ്മിയും തയ്ച്ചെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തത്. സിമ്പിളായിട്ട് തന്നെ നമ്മൾ തയ്ച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒട്ടും തയ്യൽ അറിയാൻ മേലാത്തവർക്ക് പോലും ചെയ്യാം. തയ്യൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോയും കൂടെയാണ്. നമ്മുടെ സ്റ്റിച്ചിങ് പഠിപ്പിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ആദ്യമൊക്കെ തയ്ക്കുന്ന ഷിമ്മീസൊക്കെയാണ് തയ്ക്കുന്നത്. പെറ്റിക്കോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തയ്ച്ച് പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്.